എത്രയോ കാലങ്ങളായി നിലനിന്നിട്ടുള്ളതാണ്. കംബോഡിയയിൽ പോൾപോട്ടിൻ്റെ ഭരണകാലത്ത് വെറും 4 വർഷം കൊണ്ട് ആ നാട്ടിലെ ജനങ്ങളുടെ മൊത്തം ജനസംഖ്യയുടെ 1/4 കൂട്ടരെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് 2005 മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിലാണ് VS അച്യുതാനന്ദൻ പൂർണ്ണമായിട്ടും അട്ടിമറിച്ചുകൊണ്ട് പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്തത്. കേരളത്തിൽ അധികാരം കൈയാളുന്ന രാഷ്ട്രീയ കക്ഷി, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി എന്താണ്, രാഷ്ട്രീയ ശത്രുക്കളോട് വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന ആളുകളോട് അവരെടുക്കുന്ന സമീപനം എന്താണ്, അത് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് വധശിക്ഷ എന്നാണ് അർത്ഥം. വിചാരണ കൂടാതെയോ വിചാരണയോടുകൂടിയോ ആരുടെയെങ്കിലും ജീവൻ അപഹരിക്കുന്നതിന് ഭരണകൂടത്തിന്, ശക്തിമാന്മാർക്ക് അധികാരം നൽകുന്ന ഒരു വ്യവസ്ഥയാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ വളരെ വ്യാപകമായി പ്രയോഗിക്കപ്പെട്ട ഒരു സംവിധാനമാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് പുതിയ ഒരു സംഗതിയല്ല. നമ്മുടെ കാലത്ത് യുവ വിപ്ലവകാരികൾ കണ്ടുപിടിച്ച ഒരു കാര്യവുമല്ല. മറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരം കൈയാളിയ കാലം മുതൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അതിൻ്റെ കൂടെ ജനിച്ചിട്ടുള്ള ഒന്നാണ്. റഷ്യയിൽ ലെനിനും ട്രോട്സ്കിയും ചേർന്നാണ് വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുത്തത്. പിന്നീട് ലെനിനെയും ട്രോട്സ്കിയെയും അട്ടിമറിച്ചുകൊണ്ട് സ്റ്റാലിൻ അവിടെ അധികാരത്തിൽ വന്ന സമയത്ത് ലെനിൻ അപ്പോഴേക്കും മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷേ ട്രോട്സ്കി റഷ്യയിൽ നിന്നും സ്റ്റാലിനെ പേടിച്ചിട്ട് നാട് വിട്ട് അവസാനം എത്തിപ്പെട്ടത് ഏറ്റവും വിദൂരസ്ഥമായ ലാറ്റിൻ അമേരിക്കയിലെ മെക്സിക്കോ എന്ന് പറയുന്ന നാട്ടിലാണ്. പക്ഷേ കൊലയാളികൾ ഈ വധശിക്ഷ നടപ്പിലാക്കാനായി അവിടെ എത്തി തലയ്ക്ക് വെട്ടി കൊല്ലുകയുണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി ദുരനുഭവങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും കാണാവുന്നതാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ചൈനയിൽ, പോൾപോട്ടിൻ്റെ കംബോഡിയയിൽ, ഇവിടെയൊക്കെ തന്നെ ഭരണകൂടത്തിൻ്റെ അധികാരവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന ആളുകളെ, രാഷ്ട്രീയമായി വിയോജിക്കുന്ന ആളുകളെ കൊലവിളിക്കുന്ന അവസ്ഥ എത്രയോ കാലങ്ങളായി നിലനിന്നിട്ടുള്ളതാണ്. കംബോഡിയയിൽ പോൾപോട്ടിൻ്റെ ഭരണകാലത്ത് വെറും 4 വർഷം കൊണ്ട് ആ നാട്ടിലെ ജനങ്ങളുടെ മൊത്തം ജനസംഖ്യയുടെ 1/4 കൂട്ടരെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട മനുഷ്യർ അവർ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് സാമൂഹികമായി ഉയർന്ന പദവികളുണ്ട്, അതുകൊണ്ട് അവരെ കൊന്നുകളയാം എന്നൊരു തീരുമാനമെടുത്തിട്ട് ആ കൊല്ലപ്പെട്ട ആളുകളുടെ തലയോട്ടികൾ വെച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു മ്യൂസിയം നിൽക്കുന്നുണ്ട്. തലയോട്ടി മ്യൂസിയം എന്നാണ് യഥാർത്ഥത്തിൽ ഈ നോംപെന്നിലുള്ള ഈ മ്യൂസിയം അറിയപ്പെടുന്നത്. കാരണം അക്കാലത്തെ ഭീകരതയുടെ തനി സ്വഭാവം സന്ദർശകരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു അനുഭവമാണത്. ഇത് സോവിയറ്റ് യൂണിയനിൽ മാത്രമല്ല, ഹിറ്റ്ലറിൻ്റെ കാലത്ത് ജർമ്മനിയിലും ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ വംശഹത്യ വമ്പിച്ച തോതിൽ നടത്തിയിരുന്നു. ജർമ്മൻ സമൂഹത്തിന് ഇഷ്ടമല്ലാത്ത, ആര്യ രാഷ്ട്രീയത്തിന് ഇഷ്ടമല്ലാത്ത ജൂതന്മാരടക്കമുള്ള ആളുകളെ കൊന്ന് ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നതിന് ശേഷം പുറത്തു കളയായിരുന്നു. ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന വാക്ക് 2012 തിരുവനന്തപുരം സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു യുവ നേതാവ് പ്രയോഗിച്ചു. ഏറ്റവും സമുന്നതനായ രാഷ്ട്രീയ നേതാവ് VS അച്യുതാനന്ദനെതിരെ എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. VS സമ്മേളനത്തിൻ്റെ പിറ്റേന്ന് തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നുകൊണ്ട് പേടിപ്പിച്ച് കളയാം എന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയുന്നത്. കാരണം തൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളെ വെച്ചുകൊണ്ട് സർസിപ്പിക്കെതിരായിട്ട് നടത്തിയ പോരാട്ടങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ മുന്നറിയിപ്പ് നൽകിയത്. പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോൾ ആലപ്പുഴ സമ്മേളനത്തിൽ വീണ്ടും VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് ഒരു യുവ വിപ്ലവകാരിണി, ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞതായിട്ട്
കഴിഞ്ഞ ദിവസം പത്രത്തിൽ എഴുതിയത് സുരേഷ് കുറുപ്പാണ്. സുരേഷ് കുറുപ്പ് 80കളുടെ തുടക്കം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി, ഏറ്റവും കരുത്തനായ യുവനേതാവായി ഉയർന്നു വന്ന ആളാണ്. തിരുവനന്തപുരം സമ്മേളനത്തിലെ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിശദീകരിച്ച പരപ്പൻകോട് മുരളി അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ആളാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സാംസ്കാരിക പ്രവർത്തകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് 2005 മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിലാണ് വി.എസ്. അച്യുതാനന്ദൻ പൂർണ്ണമായിട്ട് മട്ടിമറിച്ചുകൊണ്ട് പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്തത്. പിണറായി വിജയൻ്റെ ലീഡർഷിപ്പിൽ പൂർണ്ണമായി പാർട്ടിയുടെ പൂർണ്ണ നേതൃത്വം വന്ന സമയത്താണ് ഈ തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ പകപോക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ സംവിധാനം പാർട്ടിയിൽ വന്നത് എന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അക്കാലത്തൊക്കെ തന്നെ പാർട്ടിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന, പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന പരപ്പൻകോട് മുരളിയാണ്. ഇത് നമ്മളെ വല്ലാതെ ഉത്കണ്ഠാകുലരാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി, കേരളത്തിൽ അധികാരം കൈയാളുന്ന രാഷ്ട്രീയ കക്ഷി, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി എന്താണ്, രാഷ്ട്രീയ ശത്രുക്കളോട് വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന ആളുകളോട് അവരെടുക്കുന്ന സമീപനം എന്താണ്, അത് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ഒന്ന് കൊലവിളിക്കുക എന്ന വാക്ക് എന്നാണ് അവർ പ്രയോഗിക്കുന്നത്. മലയാളത്തിൽ പറയാൻ പേടിച്ചുകൊണ്ടോ, മലയാളത്തിൽ പറയാനുള്ള നാണക്കേട് കൊണ്ടോ ആണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചിട്ട് ഈ വിദ്വാൻമാർ സംസാരിക്കുന്നത്. അത് കേട്ട് നിൽക്കുന്ന നൂറുകണക്കിന് വരുന്ന അംഗങ്ങൾ, പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, പ്രസീഡിയത്തിലിരിക്കുന്ന വളരെ തലമുതിർന്ന പോളിറ്റ് ബ്യൂറോയിലടക്കമുള്ള വലിയ ഉന്നത വേദികളിൽ പ്രവർത്തിക്കുന്ന വളരെ സമുന്നതമായ നേതാക്കൾ, അവരൊന്നും ഇതിനൊന്നും ഒരു ഇടപെടലൊന്നും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ, അവരൊന്നും ഇത് ശരിയല്ല, ഇങ്ങനെ ഇത്തരത്തിലുള്ള വാക്കുകൾ സമ്മേളനത്തിൽ പ്രയോഗിക്കുന്നത് ശരിയല്ല എന്ന് തടഞ്ഞില്ല എന്നത് ഇന്ന് ആ പാർട്ടിയിൽ എത്തിപ്പെട്ടിരിക്കുന്ന വ്യക്തിപൂജയുടെ അത്യന്തം ഗുരുതരമായിട്ടുള്ള ഭീകരാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പിണറായി വിജയൻ ഭരിക്കുന്ന പാർട്ടിയിൽ മാത്രമുള്ളൊരു അവസ്ഥയല്ല, റഷ്യയിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ലെനിൻ്റെ കാലശേഷം സ്റ്റാലിൻ അധികാരത്തിൽ വന്ന സമയത്ത് സ്റ്റാലിനോട് ഏറ്റുമുട്ടാൻ, സ്റ്റാലിനോട് വിയോജിക്കാൻ പോളിറ്റ് ബ്യൂറോയിൽ ഒരാളും തയ്യാറായില്ല. തയ്യാറായ ആളുകൾ അവർ ആ വായിൽ നിന്ന് ഏതെങ്കിലും വാക്ക് കൂടാൻ മൂന്നോ ദിവസത്തിനകം അവർ അപ്രത്യക്ഷരാകും. സ്റ്റാലിൻ ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം, അധികാരം അദ്ദേഹം പിടിച്ചതിന് ശേഷം, കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 90% അംഗങ്ങളെയും ആ 3 വർഷം കഴിഞ്ഞ് അടുത്ത കമ്മിറ്റി വരുമ്പോഴേക്കും ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞിരുന്നു. അവരൊക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് രാഷ്ട്രീയ എതിരാളികൾ ഒന്നുകിൽ സൈബീരിയയിലെ തടവറകളിൽ അല്ലെങ്കിൽ മണ്ണിന് അടിയിൽ ചെന്ന് ചേർന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ ഒരു ഭീകരമായിട്ടുള്ള ഒരു സാമൂഹിക പീഡനത്തിൻ്റെ, ഈ ഭീകരമായിട്ടുള്ള ജനവിരുദ്ധ സമീപനത്തിൻ്റെ പാരമ്പര്യം ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 16-ാം വയസ്സ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള, എല്ലാ കാലത്തും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, CPM എന്ന് പറയുന്ന പാർട്ടിയെ കെട്ടിപ്പടുത്തിട്ടുള്ള ഏറ്റവും ആദ്യകാല പഥികരിൽപ്പെട്ട VS-നെതിരായിട്ട് പോലും ഇന്ന് ആ പാർട്ടിയുടെ പുതുതലമുറയായിട്ട് വന്നിരിക്കുന്ന ആളുകൾ പ്രയോഗിക്കുന്ന വാക്കുകൾ രാഷ്ട്രീയ ബോധമല്ല അവരെ നയിക്കുന്നത്, മറിച്ച് വ്യക്തിപൂജയുടെ അടിസ്ഥാനത്തിലുള്ള നേട്ടങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രതിനിധികളാണ് ഈ പറയുന്ന സ്വരാജ് ആയാലും ശരി, ചിന്താ ജെറോം ആയാലും ശരി എന്ന് വളരെ വ്യക്തമാണ്. അവർ സ്വരാജ്യ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ചിന്താ ജെറോം പറഞ്ഞ് അങ്ങനെ ഒരു വാക്ക് ആരും ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ അങ്ങനെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് ഇന്ന യുവ നേതാക്കളാണ് എന്നും വളരെ പരസ്യമായിട്ട് വളരെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല ആളുകളും ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. CPM-നകത്തിരുന്ന ദീർഘകാലം ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകളാണ് പല ആളുകളെയും വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയല്ല, ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്തേണ്ടത് എന്ന് ഒരു പുതുതലമുറയോട് പറയുകയാണ്. പുതുതലമുറ ഇത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാവി റഷ്യയിൽ അവരെവിടെയാണോ എത്തിപ്പെട്ടത് അതേ അവസ്ഥയിലാവും. 91-ലെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രത്യക്ഷമായി. കിഴക്കൻ യൂറോപ്പിലെ ഈ അട്ടിമറികൾക്ക് ശേഷം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രത്യക്ഷമായി. പോൾപോട്ടിൻ്റെ ഭരണത്തിൽ പോയതിനു ശേഷം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രത്യക്ഷമായി.
യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തകർന്നത് ഇത്തരത്തിലുള്ള ആഭ്യന്തര ജനാധിപത്യം ഒഴിവാക്കിയിട്ട് വ്യക്തിപൂജയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കകത്ത് ഈ കോക്കസുകൾ ഉണ്ടാവുകയും കോക്കസുകൾ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത കാലം മുതലാണ്. കേരളത്തിൽ ആ തരത്തിലുള്ള വളത്യന്തം ആപൽക്കരമായിട്ടുള്ള ഒരു സൂചനയാണ് തിരുവനന്തപുരം സമ്മേളനത്തെക്കുറിച്ചും ആലപ്പുഴ സമ്മേളനത്തെക്കുറിച്ചും ഇപ്പോൾ പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള ആളുകൾ പറയുന്നതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നത്. ഇത് പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച് ഉത്കണ്ഠപ്പെടാൻ പാർട്ടിക്കാരെ നിർബന്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഗതി അധികം വൈകാതെ അധോഗതിയായിട്ട് മാറും എന്നൊരു സംശയവും നമുക്കില്ല.